കേട്ടിയോടത്ത് സൊറ പറയാം. പ്രിയമുള്ളവരെ, ഞാൻ ഈ പ്രോഗ്രാം എന്തെല്ലാം ഉദ്ദേശിച്ചാണോ തുടങ്ങിയത് അതിനനുസരിച്ചിട്ടുള്ളൊരു എപ്പിസോഡാണ് ഇന്ന്. അതിനൊരു കാരണം ഉണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോൾ അത് ഏകദേശം ഏറെക്കുറെയൊക്കെ മനസ്സിലാവും. എന്തായാലും ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് ഗസ്റ്റിനെ പരിചയപ്പെടാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിജാസ് ഒതുക്കുംപുറത്ത്. 2025 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ നിന്നും ജനവിധി തേടി വിജയിച്ച വ്യക്തിയാണ്. എൻ്റെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കിയത് എടത്തനാട്ടുകര ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. പിന്നീട് 2020 RVS കോളേജ്, ഭാരതീയ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള RVS കോളേജിൽ നിന്നും എൻ്റെ ഡിഗ്രി പഠനവും ഞാൻ പൂർത്തിയാക്കി. നിജാസിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. എനിക്കറിയേണ്ടത് നിജാസ് എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ടുള്ള ഈ ഒരു സംഘടനയിലേക്കുള്ള വരവ് എന്ന് മുതലാണ്, എങ്ങനെയാണ്? ഞാൻ ഏകദേശം എൻ്റെ ഒരു 9ാം ക്ലാസ് പഠിച്ച സമയത്താണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. MSFൻ്റെ എൻ്റെ വാർഡിലെ ഒരു യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് തുടങ്ങിയത്. പിന്നീട് എൻ്റെ പഠനകാലത്തൊക്കെ ഞാൻ കൃത്യമായി വിദ്യാർത്ഥി പോരാട്ടങ്ങൾക്കും അതുപോലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നിജാസിനെ ശരിക്കും ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് അറിയാനും പരിചയപ്പെടാനും സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും നിജാസ് എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ആരാണ് നിജാസ്, എന്താണ് നിജാസ് എന്നുള്ളത്. ആ ഒരു അറിയപ്പെടുന്നതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ശേഷവും യുവജന സംഘടനയിൽ ചേർന്നു. ഞാൻ പ്രതിദാനം ചെയ്തത് യൂത്ത് ലീഗ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഈ കാലയളവിൽ പഠനത്തോടൊപ്പം മറ്റുള്ള ഈ പൊതുപ്രവർത്തന ആക്ടിവിറ്റീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖ്യമായും എടത്തനാട്ടുകര മേഖല കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റിയ അവസരങ്ങൾ ഇവിടെ പാലിയേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ എടത്തനാട്ടുകര ചാരിറ്റി ഉണ്ട്. പിന്നെ കൂടുതലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ പ്രാദേശിക ക്ലബ്ബായ ന്യൂ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അതിലൊക്കെ ഒരുപാട് ഇടപെടാനും ക്ലബ്ബ് പ്രവർത്തകരോടൊപ്പം കൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ നാട്ടിൽ എനിക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് എന്നുള്ളതല്ല, കൂട്ടായ്മയായിട്ട്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു 24-23 വർഷങ്ങളിലൊക്കെ 2024 ഇവിടെ എടത്തനാട്ടുകര കേന്ദ്രീകരിച്ചൊരു എടത്തനാട്ടുകര യുവജന കൂട്ടായ്മ, അതിലും തന്നെ കെട്ടുറപ്പോടെ എടത്തനാട്ടുകരുടെ ഒരു മുഖമായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ അനുഭവ സമ്പത്താണ് എനിക്ക് നേടി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എടത്തനാട്ടുകരയുടെ പ്രശ്നങ്ങൾ അത് മുഖ്യ രാഷ്ട്രീയ കക്ഷികളോടൊപ്പം തന്നെ എനിക്ക് കൃത്യമായി പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അതുപോലെ അവരോടൊപ്പം നിന്ന് ആ കൂട്ടായ്മയിൽ കൃത്യമായി എനിക്ക് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്നോണാണ് ആളുകളൊക്കെ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പാർട്ടിയും മുന്നണിയും എന്നെ ഈ ഒരു മത്സരരംഗത്തേക്ക് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ജനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ എൻ്റെ ഒരു വിജയം എന്നുള്ളത് കൃത്യമായി ആളുകൾ വിലയിരുത്തുന്നത്, ആളുകൾ ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന മെമ്പർമാർ, ഇപ്പോൾ ഈ കഴിഞ്ഞ ടൈമിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സജിന അത്താറായിരുന്നു ജനപ്രതിയായിട്ട് നമ്മുടെ വാർഡിൽ നിന്നുണ്ടായിരുന്നത്. അവരും അതുപോലെ തന്നെ മുഹമ്മദ് അലി മാസ്റ്റർ അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ വാർഡിൽ ചെയ്ത വികസനങ്ങൾ, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇലക്ഷനായ സമയത്ത് ഫീൽഡിലൊക്കെ പോകുമല്ലോ വോട്ട് വെച്ചിട്ട്, ആ സമയത്തൊക്കെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള അംഗീകാരമാണ് നമുക്കൊക്കെ കിട്ടിയിരുന്നത്. ആളുകൾ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അതുപോലെ ഇപ്പോൾ ഞാൻ ഇലക്ഷൻ ഇറങ്ങിയ സമയത്ത് ആദ്യ റൗണ്ട് പോയത് ഒറ്റയ്ക്ക് എല്ലാ വീടുകളും ഒരുവിധം വീടുകളൊക്കെ കയറി. അപ്പോൾ കൃത്യമായി ജനങ്ങളുടെ എന്താണ് പ്രശ്നം എന്നുള്ളതൊക്കെ, ഇപ്പോൾ മുൻ വർഷങ്ങളിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാത്ത ആനുകൂല്യങ്ങൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ കൃത്യമായൊരു ഡാറ്റ നമ്മൾ വാർഡിൽ ഇറങ്ങിയിട്ട് കണ്ടെത്തിയിട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും, അല്ലെങ്കിൽ ഒരു പരസ്യമായിട്ട് വോട്ട് ചോദിച്ച് ഇറങ്ങുമ്പോൾ ആളുകളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇറങ്ങിയുകൊണ്ട് ഒരുപാട് ആളുകളുടെ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് നമ്മൾ ഇനി അടുത്ത 5 വർഷം ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അത് കൃത്യമായി നമുക്ക് ഒരു ബോധ്യമുണ്ട്. ഇപ്പോൾ പൊതുവെ പറയുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടുന്ന് കൃത്യമായി ഒരു സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സർക്കാരിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ടുള്ള ഒരു ഫണ്ട് മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളിലേക്കും വിനിയോഗിക്കാൻ സാധിക്കുന്നത്. എന്നാലും ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ പഞ്ചായത്തിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല നാട്ടിലെ പ്രവർത്തനം നടത്തി വരുന്നത്. അത് ജനപ്രതി ആയാലും അല്ലെങ്കിലും ഈ പുറത്ത് സർക്കാർ സംവിധാനങ്ങളുണ്ട്, പല സംഘടനകളും, അതുപോലെ തന്നെ സർക്കാരിന് തന്നെ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് പറയുമ്പോൾ ബ്ലോക്കും ജില്ലനെയൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. പിന്നെ വികസനങ്ങൾക്ക് നമ്മൾ തേടുന്നത് MLA MP മന്ത്രി തലത്തിലടക്കം നമ്മൾ ഇടപെട്ടാൽ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അത്തരത്തിലുള്ളൊരു ഇടപെടൽ കൂടി എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു 5 വർഷം ഞാൻ എൻ്റെ സമയം കൂടുതലായിട്ടും ചെലവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിജാസിനോട് ഞാൻ കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും ഉള്ള എല്ലാ കാര്യങ്ങളും നിജാസ് ഒറ്റയടിക്ക് പറഞ്ഞു പോയി. ഇനി എന്താ ഞാൻ ചോദിക്കാനുള്ളത്? പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, വേറൊരു കാര്യം. പ്രത്യേകിച്ച് അതിൽ പറഞ്ഞൊരു ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ നാട്ടിലുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടിട്ട് മുതിർന്നവരെ കണ്ടിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞല്ലോ, മുൻ മെമ്പർമാരായിട്ടുള്ള ആളുകളുടെ ബാക്കി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പിന്നെ ഓരോ ഫംഗ്ഷന് പോകുന്ന സമയത്തൊക്കെ കണ്ടിട്ടും അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് ഈ ജനങ്ങളൊക്കെ നിജാസ് എന്നുള്ള വ്യക്തിയെ മനസ്സിലാക്കി വിജയിപ്പിച്ച് മുന്നിലിരുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകളൊക്കെ കുറിച്ച്, അതായത് മുതിർന്ന പഴയ ആളുകളുണ്ട്, നമ്മളൊക്കെ അറിയുന്ന ആളുകളാണ്, പക്ഷെ അവരൊക്കെ ചെയ്ത പ്രവർത്തനം ഭയങ്കര സംഭവമാണ്. എന്താണ് ഞാൻ പറയുന്നില്ല, നിജാസ് പറയാം, എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? പിന്നെ ഈ ഒരു കടന്നുവരവ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ എടത്തനാട്ടുകര പ്രദേശത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, കാരണം നമ്മുടെ നാട്ടിൽ ഒരു ആവശ്യം വരുമ്പോൾ ഈ നേതാക്കളൊക്കെ ഒരുമിച്ച് കൂടും. ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിലും മറ്റുള്ള പല കാര്യങ്ങളിലാണെങ്കിലും ആശയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആ സമയത്തൊക്കെ ഇവർ നല്ല ഫൈറ്റ് ആവും, കാരണം ആശയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആവും. പക്ഷേ എടത്തനാട്ടിലൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, അവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള പ്രചോദനം ആയിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊക്കെ സത്യത്തിൽ ഇവരുടെയൊക്കെ ഓരോ പ്രവർത്തനം കണ്ടിട്ട് തന്നെയാണ് ഈ ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് വലിയ രീതിയിൽ ഒരു കടന്നുവരവൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇവരൊക്കെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല. സീനിയർ ആയിട്ടുള്ള ആളുകൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഇപ്പോൾ ലൈവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാഹചര്യത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ആളുകൾക്കും ഈ ഒരു സമയത്തുള്ള പ്രവർത്തനങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നേതാക്കളുണ്ട് ഇവിടുത്തെ, അത് രാഷ്ട്രീയ ഭേദമെന്ന് തന്നെ പറയാം, ഒരുപാട് നേതാക്കളുണ്ട് സീനിയറുള്ള ആളുകൾ. ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഇപ്പോഴും എന്തെങ്കിലും നാടിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരൊക്കെയാണ് രംഗത്ത് ആദ്യം വരുന്നത്, സീനിയറായിട്ടുള്ള ആളുകളൊക്കെ. അപ്പോൾ അവരൊക്കെ എൻ്റെ ഒരു വളർച്ചയിൽ അവരൊക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട് അവരൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ എടത്തനാട്ടുകരയുടെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള പഴയകാല നേതാക്കളൊക്കെ ഒന്ന് ജാഫർക്ക ഈ ഒരു KT സൊറബറ എന്നുള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കണം എന്നുള്ളതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം അത്തരക്ക് അനുഭവങ്ങൾ അവർക്കൊക്കെ നിങ്ങളോടൊക്കെ പറയാനുണ്ട്, നമ്മുടെ സമൂഹത്തോട് അറിയിക്കാനുണ്ട് കുറേ കാര്യങ്ങൾ. സത്യം, ഇതാണ് നേര്. ഇതേത് നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മളെ മുതിർന്നവരെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ നിർബന്ധമായിട്ടും അംഗീകരിക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുന്ന യുവാക്കളായിട്ടുള്ള നമ്മൾ, ഇപ്പം നിജാസ് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ കറക്റ്റ് മനസ്സ് തട്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നിജാസ് നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മുടെ നാട്ടിൽ ഉള്ള വിവിധ സംഘടനകളിൽ നിജാസ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയുന്നതാണ്. പ്രത്യേകിച്ച് പാലിയേറ്റീവ്, ചാരിറ്റി, പിന്നെ വിവിധ ക്ലബ്ബുകൾ, എടത്തനാട്ടുകര യുവജന കൂട്ടായ്മ. അപ്പോൾ ഈ ചാരിറ്റി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പാലിയേറ്റീവ് ആണെന്നുണ്ടെങ്കിലും ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഒത്തൊരുമയോടുകൂടി നിന്നിട്ട് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് ശരിക്കും അതിൻ്റെ പ്രവർത്തന മികവ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്.
ഇത്തരത്തിൽപ്പെടുന്ന ഒരു സംഘടനയിൽ വർക്ക് ചെയ്ത വ്യക്തി എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ നിലവിൽ നിജാസ് വാർഡ് മെമ്പറായി ഒരു പൊസിഷനിൽ വന്നിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ കഴിയും ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്? ഏറ്റവും വലിയ 2 സംഘടനകളാണ് എടത്തനാട്ടുകര പാലിയേറ്റീവ് സൊസൈറ്റി. അത് 2008 പ്രവർത്തനം തുടങ്ങിയതാണ്. അതിപ്പോൾ പിന്നെ അതിൻ്റെ ചരിത്രത്തിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ആദ്യഘട്ടങ്ങളിൽ അലനല്ലൂരും കോട്ടോപ്പാടവും, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലാണ് കോട്ടോപ്പാടം അലനല്ലൂരിലും അവരെ പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ട്. പാലിയേറ്റീവ് രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സത്യത്തിൽ എടത്തനാട്ടുകര മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. അതിൽ എടത്തനാട്ടുകരയിലെ 10 വാർഡും അതുപോലെ തന്നെ കാപ്പുറുമ്പ്, അമ്പലപ്പാറയും, കോട്ടോപ്പാടം പഞ്ചായത്തിലെ ഇതാണ് ഇപ്പോൾ എടത്തനാട്ടുകര പാലിയേറ്റീവിൻ്റെ ഒരു സർക്കിളായിട്ടുള്ളത്. അപ്പോൾ അതിലിപ്പോൾ കൃത്യമായി എനിക്കറിയാം അവിടെ എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മറ്റുള്ള സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എടത്തനാട്ടുകര പാലിയേറ്റീവിന് കൃത്യമായി എന്തെങ്കിലും നേടിക്കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നിജാസിൻ്റെ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതിന് ഒരുപാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരുപാട് കടമകൾ ചെയ്യാണ്ടാവും. ഒരു പക്ഷേ നമുക്ക് മനസ്സിലുണ്ടായാൽ മതി. എന്തെങ്കിലും ഒരു അവസരങ്ങൾ ചെയ്യാനൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും 100% നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ തൊട്ടടുത്ത നാട്ടുകളിലുള്ള ഈ മെമ്പർമാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിവിധ ജനപ്രതിനിധികളാണെന്നുണ്ടെങ്കിലും എന്തായാലും ഒന്ന് ശ്രമിക്കണം. നല്ലൊരു കാര്യമാണത്. അതുപോലെ എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ കേവലം 2017 കാലഘട്ടങ്ങളിൽ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് അതുപോലെ വേൾഡ് കപ്പിൻ്റെ അത് കാണാനും അത് ആസ്വദിക്കാനും അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു അത്. 2018-19 ആയപ്പോഴേക്കും എടത്തനാട്ടുകരയുടെ മുഖം തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ തന്നെ കിഡ്നി രോഗികൾ ഏറ്റെടുത്തു. കിഡ്നി രോഗികൾക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ 10-30 ലക്ഷം വേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രചാരണം ഉണ്ടായില്ല. കിഡ്നി രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇവർ കൃത്യമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്തിയിട്ടുള്ളത് ഒരു 2019 കാലഘട്ടത്തിലൊക്കെയാണ് അതിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ആ സമയത്തൊക്കെ ചാരിറ്റിൻ്റെ പ്രവർത്തകർ ഇവിടെ നടത്തിയ പദ്ധതികളുണ്ടല്ലോ, അത് ഒരു സത്യത്തിലെ മറ്റുള്ള നാടുകൾക്ക് അടക്കം വലിയ മാതൃകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10ഓളം കിഡ്നി രോഗികൾ ചാരിറ്റി കിഡ്നി മാറ്റി കൊടുത്തതും അതുപോലെ തന്നെ നിലവിൽ ഡയാലിസൊക്കെ ചെയ്തിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് തന്നെയാണ് ചാരിറ്റിയിൽ ഇവർ ചെയ്തിട്ടുള്ളത്. ഇവർ എന്നുള്ളതല്ല, ഞാനും അതിൻ്റെ ഒരു ഭാഗം തന്നെ ആയിരുന്നു. അതുപോലെ ഏറ്റവും നമ്മുടെ കേരളത്തിൽ തന്നെ, ഇന്ത്യയിലുണ്ടോ എന്നറിയില്ല, അത് മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മുടെ എടത്തനാട്ട് ചാരിറ്റി കൂട്ടായ്മ ഒരു ഭവന പദ്ധതി, സ്വപ്ന ഭവന പദ്ധതി എന്നുള്ളതാണ് പേര്. അതിൽ 35ഓളം വീടുകളാണ് ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അത് സർക്കാരിൻ്റെ ഫണ്ട് കണ്ടെത്തിയിട്ടല്ല, അത് കൃത്യമായി പറഞ്ഞാൽ ഓരോ ആളുകളും ഓരോ മാസം 1000 രൂപ. അതിൽ ചാറ്റിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിയും ഓരോ വർഷം മാറി മാറി വരും. അവർക്കൊക്കെ വലിയ ഒരു റോളാണ് അതിലുണ്ടായിട്ടുള്ളത്. കാരണം എടത്തനാട്ടുകര എന്നുള്ളൊരു സർക്കിളിൽ നിന്നല്ല ഈ ഫണ്ടൊക്കെ കണ്ടെത്തിയിട്ടുള്ളത്. പുറത്തുനിന്ന് പ്രവാസികളായാലും മറ്റുള്ള ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, അതുപോലെ വാട്സപ്പ് കൂട്ടായ്മകൾ, ഇവരൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ എടത്തനാട്ടിലേക്ക് 35 വീടിനുള്ള ഫണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാനിങ്ങനെ ഈ ചാരിറ്റിനെ നോക്കിക്കാണുമ്പോൾ വളരെയധികം ഒരു സന്തോഷം തോന്നുന്നത്. ഇനി നമുക്ക് തിരിച്ചു വരാം. നിജാസ് മെമ്പർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അന്നുണ്ടായ അനുഭവങ്ങൾ, മത്സരത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് പിറ്റേ ദിവസമുള്ള കാര്യങ്ങളൊന്ന് പറയൂ. എങ്ങനെയായിരുന്നു നിജാസിൻ്റെ പ്രവർത്തനങ്ങൾ? എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ആദ്യം ഒരു പ്രചരണം ചെയ്തത് എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് അത്യാവശ്യം നല്ല ക്ലിക്കായി. കാരണം അതിൻ്റെ റെസ്പോൺസ് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട്. ആളുകളുടെ പേഴ്സണലായിട്ടുള്ള കുറേ ആവശ്യങ്ങൾ, അത് വ്യക്തിഗതമാണ്, അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനം, ഈ സുസ്ഥിര വികസനം എന്നുള്ള പറഞ്ഞ റോഡ്, മറ്റുള്ള അതൊക്കെ അങ്ങനത്തെ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഞാൻ പ്രചരണത്തിന് ഇറങ്ങുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് 5 മണിക്ക് എണീക്കും. അതുപോലെ പ്രാഥമിക കർമ്മങ്ങളും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു 9 മണി വരെ ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങും.
ഏകദേശം ഒരു ചില വീടുകളിലൊക്കെ 7 തവണയൊക്കെ കയറിയിട്ടുണ്ട്. അത് രസകരമായിട്ടുള്ള ഒരു പിന്നെ കാര്യം അതിൽ നിജാസ ഇങ്ങോട്ട് വരണ്ട, ഏറെ ഈ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്, കുട്ടി ഇങ്ങോട്ട് വരണ്ട, അനക്കന്നെ എൻ്റെ വോട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ, പ്രചരണം എന്ന് പറയുമ്പോൾ ഒരു പ്രൊസീജിയറാണ്. കാരണം അതിൻ്റെ ഒരു രീതിയാണത്. എല്ലാ വീടുകളിലും ഓരോ റൗണ്ട് എത്തണം. അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാനാണ് ചെല്ലുക. പിന്നെ പോകുമ്പോൾ നമ്മളെ കയ്യിലൊരു അഭ്യർത്ഥന ഉണ്ടാവും. പിന്നെ അതിന് ചെല്ലുമ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ, ഓരോ മുന്നണിക്കും പിന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും 3 പഞ്ചായത്തിലും ത്രിതല ആകുമ്പോൾ. അപ്പം അങ്ങനെ ഓരോ അഭ്യർത്ഥനയും നമ്മൾ ഓരോ വട്ടം ഓരോ തവണ നമ്മൾ പിന്നെ വീടുകൾ കയറുമ്പോഴും നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പോഴൊക്കെ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഒറ്റ കാര്യം, നിജാസ് നേരത്തെ പറഞ്ഞു രാവിലെ ഓരോ വീടുകളും ഒറ്റയ്ക്ക് പോയി സന്ദർശിക്കാറുണ്ട് എന്ന്. ആ സന്ദർശിക്കുന്ന സമയത്ത്, കാരണം കൂടെ ആരുമില്ലല്ലോ, നിജാസ് എന്നുള്ള വ്യക്തിയാണ്, നിജാസിനെ എല്ലാവർക്കും അറിയുകയും ചെയ്യും. ആ ഒരു സമയത്ത് ഇവരിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നിജാസിനെ അറിയും. എങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു ശരിക്ക് നിജാസിന് ആ ഒരു സമയത്ത് കിട്ടിയിരുന്നത്? നമുക്കൊരു അനുഗ്രഹിച്ച് തന്നോട്ടിലൊക്കെ ഉണ്ടാവും ഒരുപാട് അമ്മമാർ. ഇപ്പോൾ നമ്മൾ മൂച്ചിക്ക ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടി അനക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇജ്ജ് ജയിക്കണം, അന്നെ നമുക്കറിയാം, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നെ പോലുള്ള ആളുകളാണ് നാടിന് ആവശ്യം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ എൻ്റെ കണ്ണടക്കം നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. കാരണം ചില വ്യക്തികൾക്കൊന്നും പേഴ്സണലായിട്ട് അറിയില്ല, ഇത് വലിയ അമ്മമാർക്കൊന്നും പിന്നെ ശരിക്കറിയില്ല. അപ്പോൾ പൊതുവായിട്ടുള്ള രംഗത്തിലെ ആളുകളൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നാലും ഞാൻ എൻ്റെ പരമാവധി ആളുകളെ മുൻ വർഷങ്ങളൊക്കെ പരിചയപ്പെടാനും അവരുടെ വീടുകളിൽ ഓടിത്താനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിനെ അറിയാത്ത ആളുകൾ പോലും കുട്ടിയെ പിന്നെ വിജയിക്കും, ഇജോള് ജയിക്കുക, അത് പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ മുന്നണി നോക്കിയിട്ടോ അല്ല, നിഷ്പക്ഷമായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ആളുകൾ പിന്നെ അനുഗ്രഹിച്ച് വിട്ടിട്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യം അറിഞ്ഞിരുന്നില്ല. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ആളുകൾ പറഞ്ഞു, ഇപ്പോൾ കാവടിയോട്ടിൽ സങ്കേതം അവിടെ എല്ലാ ആളുകളൊക്കെ ഈ ശബരിമലക്ക് ഇത് പോകുമല്ലോ, അവരൊക്കെ അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ വിവിധ മതസ്ഥര് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ വോട്ടർമാർ അവരുടെ വിശ്വാസം അനുസരിച്ച് ഇവർ പല ഇപ്പോൾ മുസ്ലിം ഇതിൽ കൾച്ചറിൽ പറഞ്ഞാൽ നിയത്ത് വെക്കുക എന്ന് പറയും. അങ്ങനെ ഓരോ വിഭാഗം ആളുകളും അവരുടെ വിശ്വാസത്തിൽ വെച്ചിട്ട് പിന്നെ ഇന്ന സ്ഥലത്തേക്ക് ഇത്ര പൈസ ഞാൻ നേർന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ മറ്റൊരു വിഭാഗം ആകുമ്പോൾ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസപരമായിട്ട് അവർ പിന്നെ നേർച്ച വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ചില അമ്മമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും അപ്പുറമാണ് നമുക്ക് വേണ്ടി ആളുകൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ കൂടെ നിന്ന ആളുകൾ പല പ്രതിസന്ധികൾ ഉണ്ടായെങ്കിൽ പോലും പിന്നെ എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ നിന്നിട്ടുണ്ട്. കാരണം സ്ത്രീകളെന്നും പിന്നെ സ്ത്രീകൾ എന്ന് പറയല്ല, എൻ്റെ സഹോദരിമാർ ഒരുപാട് അയൽവക്കത്തിലെ ഇപ്പോൾ സദീന സത്താർ ആയാലും വളരെ കൃത്യമായി എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഓരോ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ്, ഇപ്പോൾ ഈ ഇലക്ഷൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും സ്ത്രീകളെ സത്യത്തിൽ ചില ആളുകളൊക്കെ അധികം പുറത്തിറങ്ങാത്ത ആളുകളായിരുന്നു, വീട്ടമ്മമാരായിട്ട് ഒതുങ്ങി നിന്ന ആളുകളടക്കം എനിക്ക് വേണ്ടി വെയിലും അതുപോലെ തന്നെ ഈ വൈകുന്നേരത്തൊക്കെ മഞ്ഞും കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈ ഒരു അവസരത്തിൽ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരിക്കൽ പോലും ഇപ്പം ഞാനൊന്നും കരുതിയിട്ടില്ല ഇങ്ങനെ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ വരും എന്നുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു പരിപാടിക്കും ഇറങ്ങാത്ത ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ, നിജാസിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് ചേട്ടന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയണമായിരുന്നു. അത് ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് ശരിക്കും നിജാസ് പറഞ്ഞത്. കൈവിടരുത്, അവരെ കൂടെ ചേർത്ത് നിർത്തണം. പിന്നെ ഒരു കാര്യം, മത്സരിച്ച് വിജയിച്ച സന്ദർഭത്തിൽ സാധാരണഗതിയിൽ എല്ലാ നാട്ടിലും ഭയങ്കര അടിപൊളി പരിപാടികൾ ഉണ്ടാക്കും, ആവേശം ഉള്ളൊരു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകും. ഇപ്രാവശ്യം നമ്മുടെ നാട്ടിലൊരു DJ സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു
DJ സിസ്റ്റം വരാനുണ്ടായ കാരണം എത്രയോ കാലങ്ങളായിട്ട് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ DJ എന്നോ ഇറങ്ങിപ്പോയതാണ്. ഇപ്പോഴാണ് നമ്മളെ നാട്ടിലേക്ക് ഈ DJ സിസ്റ്റം വരുന്നത്. എന്താണ് അതിൽ ഈ DJ കൊണ്ടുവരിക എന്നുള്ള ഒരിത്? അത് എനിക്ക് തോന്നുന്നത് യുവാക്കളെ പിടിക്കാനുള്ളൊരു തന്ത്രമായിരുന്നു. വിജയിച്ചതിന് ശേഷം നമ്മളൊരു DJ പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുദ്രാവാക്യം വിളിയും കാര്യങ്ങളാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് മാറും. കാരണം മുൻ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ തോറ്റ പാർട്ടിയെ തെറി വിളിക്കുക, അല്ലെങ്കിൽ തോറ്റ സ്ഥാനാർത്ഥിക്കെതിരെ പടക്കം പൊട്ടിക്കുക, അങ്ങനത്തെ ഒരു വിഷയമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മുണ്ടക്കുന്ന് വാർഡിൽ എൻ്റെ വോട്ടർമാരും അതുപോലെ തന്നെ നാട്ടുകാരും പാർട്ടിയുടെ നേതാക്കളൊക്കെ വളരെ കൃത്യമായി പക്വതയോടെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് പല പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഒരു സിമ്പിളായിട്ടൊരു ചിരിയോടെ അത് വിട്ടള ജാസേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മറ്റുള്ള പ്രവർത്തകരോടൊക്കെ പറയും അതൊന്നും കാര്യമാക്കണ്ട, ഈ ചെവിക്കുളി കയറ്റിയിട്ട് ഈ ചെവിക്കുളി വിട്ടള, നമ്മൾ പിന്നെ മാന്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, വോട്ട് ചോദിക്കുക, വിജയിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരും വോട്ടർമാരും നേതാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നന്നായി, അത് അടിപൊളിയാണ്. നമ്മളെന്താണെന്നോ, ഇലക്ഷൻ സമയത്ത് മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടി കൂടും. കാരണം സ്വന്തം സഹോദരനാണെന്നുണ്ടെങ്കിൽ അതൊരു വികാരമാണ്. ആ വികാരം ശരിക്കും ആ ഒരു പരിപാടിയോടുകൂടി നിർത്തണം. അതല്ലെങ്കിൽ നമ്മളെ നാടിന് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സഹോദരങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചുറ്റുപാടിലുള്ള ആളുകൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ ഒന്ന് വിട്ട് അവനാൻ്റെ പണികൾക്ക് പോലെ തുടങ്ങി. നല്ലൊരു കാര്യമാണ്. ഇനി നാട്ടിലുള്ള നിജാസ് തിരഞ്ഞെടുക്കപ്പെട്ട 4-ാം വാർഡ് മുണ്ടക്കുന്നിൽ എത്ര കുടുംബങ്ങളുണ്ട്? എനിക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് നിജാസ് ശരിക്ക് വാർഡിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ്, ആ വാർഡിൽ താമസിക്കുന്ന ആളാണ്, കാലങ്ങളായിട്ട് ആളുകളെ പരിചയമുള്ളതാണ്. എന്തൊക്കെ ഫെസിലിറ്റികൾ ഇനി അവിടെ വേണമെന്നുള്ളത് അറിയാം. ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പുണ്ടായിരുന്ന മെമ്പർമാർ ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഇതൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ടാവും. എന്തൊക്കെയാണത്? ഇപ്പോൾ എൻ്റെ വാർഡിനെ പറ്റി പറഞ്ഞാൽ ഏകദേശം 200ഓളം വീടുകളിൽ ഒരു 2050 വോട്ടർമാരാണ് നിലവിലുള്ളത്. അതിൽ കുറേ ആളുകൾ, ഒരു 300ഓളം ആളുകൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, വിദേശത്തായിട്ടും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ പിന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഒരു അടിസ്ഥാന ആവശ്യം എന്നുള്ള നിലക്ക് വീടും റോഡും തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവങ്ങളുള്ളത്. അതിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വീടുകൾ മുൻ ജനപ്രതിനിധികൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു 105 വീടുകളൊക്കെ നമുക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ഇപ്പോൾ കിട്ടിയ വീടുകൾ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലൈഫ് ഭവന പദ്ധതിയിലുണ്ട്, PMAY-യിലും ഉണ്ട്. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഈ റോഡുകൾ, കുറേ പുതിയ റോഡുകളൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് മാഷ കാലഘട്ടത്തിൽ ഒരുപാട് റോഡുകൾ പുതിയത് വെട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഈ കൈരളി മുണ്ടക്കുന്ന് റോഡ്. കാരണം അലനല്ലൂരിലേക്ക് പോകാൻ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു റോഡാണ്. മുണ്ടക്കുന്ന് റേഷൻ കട വഴി പോയിട്ട് കൈരളി വായനശാലൻ്റെ അവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു വഴി. അപ്പോൾ അത് നമുക്ക് ഈ കഴിഞ്ഞ വർഷം MLA ഫണ്ട് കിട്ടിയിരുന്നു, 25 ലക്ഷം കിട്ടി. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡ് കട്ടൽ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് പിന്നെ എന്നാൽ ഫണ്ട് ആയതുകൊണ്ട് നമ്മൾ സൈഡ് കെട്ടിയിട്ടില്ല. അത് വരുന്ന വർഷങ്ങളിൽ അത് സൈഡ് കെട്ടി പൂർത്തീകരിക്കണം എന്നുള്ളൊരു വലിയ ആവശ്യം തന്നെയാണ് നമുക്കുള്ളത്. പിന്നെ അതുപോലെ പുതിയ കുറച്ച് റോഡുകൾ ഇപ്പോൾ നമ്മൾ വോട്ട് ചോദിച്ച് ചെന്ന സമയത്ത് ചില ആളുകൾ പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ 2 പ്രദേശത്തെ കണക്ട് ചെയ്യുന്ന, പഴയ കാലത്ത് അവർ ആലോചിച്ചിരുന്നു. അപ്പം അന്ന് ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കത് പിന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ചൊരു എൻ്റെ മനസ്സിൽ വന്നതും അതുപോലെ തന്നെ ഈ ആളുകൾ പറഞ്ഞതുമായിട്ടുള്ള 2 റോഡുകളുണ്ട്. അപ്പോൾ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അത് പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ പഴയകാല റോഡുകളുണ്ട്. ഇപ്പോൾ ഈ മുൻ ജനപ്രതിനിധികൾ കെട്ടിൻ്റെ കുറേ ബാലൻസ് നമുക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. പിന്നെ വീടുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുറച്ച് വീടുകളെയും ഇപ്പോൾ സത്യത്തിൽ മറ്റുള്ള വാർഡുകളെ അപേക്ഷിച്ച് പിന്നെ ബഹുദൂരം നമ്മുടെ വാർഡ് മുന്നിൽ തന്നെയാണ്. അത് ജാഫർക്കാക്കൊക്കെ തന്നെ അറിയാം. കാരണം നിങ്ങളൊക്കെ ഓരോ ഘട്ടങ്ങളിലും വാർഡിലെ വികസനങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ നിങ്ങളാ ഭാഗത്തുള്ള റോഡിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം സൈനാത്താർ ഫണ്ട് ഇട്ടിരുന്നു, അതിനു മുമ്പ് മുഹമ്മദ് അലി മാഷ് ഫണ്ട് ഇട്ടിരുന്നു. അവിടെ തന്നെ നമുക്ക് ഇനിയും ഘട്ടം ഘട്ടമായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. സ്വന്തം വാർഡിൽ എത്ര കുടുംബങ്ങളുണ്ട്?
എത്ര ആളുകളുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അവർക്ക്, എന്തൊക്കെ പദ്ധതികളാണ് ഇനി പുതുതായി വേണ്ടത്, എന്തൊക്കെ ആർക്കൊക്കെ കിട്ടണം കൊടുക്കണം എന്നുള്ള കൃത്യമായ ധാരണയിലാണ് നിജാസ് എനിക്ക് തോന്നുന്നത് നിൽക്കുന്നത്. ഇനി വേറൊരു കാര്യം പറയട്ടെ. നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകൾ ഉള്ളതാണ് മുണ്ടക്കുന്ന്. അതിൽ ഒരുപാട് ആളുകളെ നമുക്ക് പേഴ്സണലി അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രായമായിട്ടുള്ള അമ്മമാരും അതേപോലെ തന്നെ ചേട്ടന്മാരൊക്കെ നിജാസിൻ്റെ ഭയങ്കര ഫാനാണ്. അവരോട്ടുള്ളൊരു ബന്ധം അങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയുന്നൊരു കേസാണ്. അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിലവിൽ ഗവൺമെൻറ് ഒരുപാട് റൂൾസ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു പുതിയൊരു പദ്ധതി എന്നുള്ള രൂപത്തിൽ വ്യവസായങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വ്യവസായ യൂണിറ്റുകൾ തന്നെ അതെന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ ഇവരൊന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിക്കൂടെ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മളെ മുണ്ടക്കുന്ന് വാർഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രില്യൻ്റുള്ള ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും നല്ല നിജാസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ചിട്ടൊരു പദ്ധതി തയ്യാറാക്കി വ്യവസായാടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് കിട്ടാവുന്ന സംവിധാനങ്ങൾ കൂടുന്ന ചെയ്യാനുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? വാർഡിൻ്റെ ഒരു നട്ടെല്ല് എന്നുള്ളത് ഈ കുടുംബശ്രീയും അതുപോലെ തന്നെ അയൽക്കൂട്ടം, തൊഴിലുറപ്പ് അത് എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ നമ്മളെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് അംഗങ്ങൾ ജോലി ചെയ്യുന്നത്. കാരണം സ്ത്രീകൾ അതിൽ ഏറ്റവും വയസ്സായ കുറച്ച് ആളുകൾ, പുരുഷന്മാരായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് തൊഴിലുറപ്പിലുള്ളത്. ഈ സ്ത്രീകൾക്ക് സത്യത്തിൽ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നുള്ളതൊക്കെ പറയില്ലേ, ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി നമ്മുടെ സ്ത്രീകളുടെ കയ്യിൽ പണം വരാൻ തുടങ്ങി. അപ്പോൾ അത് സ്ത്രീകളുടെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലുള്ള ഒരു വളർച്ച, അത് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സർക്കാരുകൾ ശ്രദ്ധ ചെലുത്തി അത് പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ ഈ ചെറുകിട പദ്ധതികളൊക്കെ ഓരോ വാർഡിലും ചെയ്യുന്നുണ്ട്, കാരണം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോഴി വളർത്തൽ, അതിൻ്റെ ഇപ്പോൾ കുടുംബശ്രീ മുഖാന്തരം അവർക്ക് ഫണ്ട് കിട്ടി. ഈ മുട്ടയൊക്കെ അവർ വിപണനം ചെയ്യുന്നുണ്ട് ഓരോ വീട്ടമ്മമാരും. അതുപോലെ പിന്നെ ഈ പേപ്പർ ബാഗ് നിർമ്മാണം, അങ്ങനെ പല പദ്ധതികൾക്കും കുടുംബശ്രീ മുഖാന്തരം സർക്കാർ സഹായം വാങ്ങിയിട്ട്, സർക്കാർ സഹായം കിട്ടിയിട്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ആഗ്രഹം നമ്മുടെ വാർഡിലെ കുടുംബശ്രീയൊക്കെ ഉൾപ്പെടുത്തി വലിയ ഓരോ യൂണിറ്റുകൾ, കാരണം ഇപ്പോൾ നിങ്ങൾ മുമ്പൊരു നമ്മുടെ സ്റ്റോർ റൂട്ട് ജംഷാദിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ 10 സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. 10 സ്ത്രീകൾ എന്നുള്ളതല്ല, 10 കുടുംബമാണത്. അപ്പോൾ അവർ സമൂഹത്തിൽ അവരുടെ അന്തരീക്ഷം ഇതൊക്കെ മാറി. കാരണം ഭർത്താവ് ജോലിക്ക് പോകണേണ്, പിന്നെ വീട്ടിൽ അടച്ചിരിക്കുകയാണ്, പിന്നെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികളെ കാര്യങ്ങളും നോക്കി പോവാണ്. പക്ഷെ അവർ കൃത്യമായി കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഇവർ ജോലിക്ക് പോവാണ്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറി മുണ്ടക്കുന്ന പ്രദേശത്തായിട്ട് പോലും അത് പിന്നെ കുറച്ചൊരു ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഈ ജംഷാദ് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ജംഷാദിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയണതാണ്, നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും എല്ലാ വ്യക്തിയാണ്, മുള കൊണ്ടും പിന്നെ ഓട കൊണ്ടും മറ്റുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ ജംഷാദിനോടും ഷെയർ ചെയ്തിരുന്നു. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ കാണാം, കാരണം ഭർത്താക്കന്മാർ ഈ വലിയ ജോലിക്കൊന്നും പോവില്ല, സ്ത്രീകൾ കഷ്ടപ്പെട്ട് പിന്നെ അധ്വാനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നമ്മൾ ഒരു യൂണിറ്റൊക്കെ സംവിധാനം കുടുംബശ്രീ മുഖാന്തരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഇമ്പാക്റ്റ് ആവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു പദ്ധതികളൊക്കെ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു എപ്പിസോഡ് എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നിജാസിനെ ഞാനിന്ന് ഈ നിങ്ങളോട് സ്വറ പറയാൻ വേണ്ടി വിളിച്ചത്. അതിനൊരു കാരണം, ശരിക്കും നിജാസ് യുവാവാണ്. യുവാക്കളുടെ ഒരുപാട് ആശയങ്ങളും എനർജിയായി നിൽക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നതും ഓടിച്ചാടി എത്താവുന്നതും. നേരെ മറിച്ച് നമ്മുടെ പൂർവികർ അങ്ങനെ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അവരൊക്കെ ഇതേപോലെ അവരെ ചെറുപ്പകാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് അല്ലേ, നമ്മളെ പിന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കഷ്ടപ്പെട്ട് വന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നിജാസിന് അതൊരു അടിപൊളി ഒരു സ്റ്റേജിലാണ്. നിജാസ് ഒരു ചാൻസിൽ കിട്ടി നിൽക്കുകയാണ്. എന്താണ് നിജാസിന് നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് എന്താണ്? ആദ്യമേ പിന്നെ കേട്ടുറത്ത് സ്വറ പറയാം എന്നുള്ള
ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞാനൊക്കെ സത്യത്തിൽ ഒരു ബിഗ് സീറോ ആണ് എന്നുള്ളൊരു ബോധ്യം നമുക്കൊക്കെ ഉണ്ട്, എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഉണ്ട്. അല്ലാതെയും ഒരുപാട് പിന്നെ ഈ പൊതുസംഘടനകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ വിളിച്ച് നിങ്ങൾ അഭിമുഖം ചെയ്യണം. കാരണം ഈ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ യുവജനങ്ങളായിട്ടുള്ള ആളുകളും വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ എന്തായാലും ഈ നമ്മുടെ സീനിയറായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് വിളിച്ചിട്ട് അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം. അവർക്ക് പറയാനുള്ളത് നമ്മുടെ ഇടത്തനാട്ടുകരയിലെയും അതുപോലെ തന്നെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമല്ലോ, അപ്പോൾ മറ്റുള്ള നാടുകളിലെ ആളുകളൊക്കെ അത് കേട്ട് അവരുടെ നല്ല കാര്യങ്ങൾ, അവർ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, അവരൊക്കെ വിളിച്ചിട്ടൊന്ന് നിങ്ങൾ സംസാരിക്കണം. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കുക എന്നുള്ള പറഞ്ഞിരുന്നല്ലോ, എന്താവശ്യത്തിന് എന്നെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിലും എന്നെ വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയച്ചു ആളുകൾ, എൻ്റെ വാർഡിലെ ജനങ്ങൾ അയച്ചു. അപ്പോൾ ഈ ഒരു അവസരത്തിലും പറയാനുള്ളത്, എന്താവശ്യത്തിനും പഞ്ചായത്തിലെ എന്നുള്ളത് നോക്കണ്ട, പഞ്ചായത്തിന് പുറത്തുള്ള ആവശ്യങ്ങൾക്കും ഇന്ന ഏത് സമയത്തും ആളുകൾക്ക് വിളിക്കാം. ഞാനത് എൻ്റെ ചെയ്യാൻ കഴിയണ സാധ്യതകൾ പരിശോധിക്കും. അതുപോലെ ഞാൻ ശ്രമിക്കും, കൃത്യമായി എൻ്റെ സമയവും പിന്നെ മറ്റുള്ളൊക്കെ ആരോഗ്യമൊക്കെ ചിലവഴിച്ചിട്ട് തന്നെ കൃത്യമായിട്ട് ഞാൻ ശ്രമിക്കും. അത് നടക്കുന്ന കാര്യമാണെങ്കിൽ അത് കൃത്യമായി ഞാൻ പൂർത്തീകരിച്ച് കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പിന്നെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഞാൻ കൂടുതൽ ചെവി കൊടുക്കാറുമില്ല. അതിൻ്റെ പിന്നാലെ പോസ്റ്റായിട്ട് നടക്കാറുമില്ല. അവരൊക്കെ എനിക്കിഷ്ടമാണ്, പേഴ്സണലി നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ 18ാമത്തെ വയസ്സ് മുതൽ വോട്ട് ചെയ്യാറ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം 2025 വരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇലക്ഷന് ശരിക്കും ഇത്രയും ഇടങ്ങാറായി എന്ന് തന്നെ പറയാം. മനസ്സിങ്ങനെ എന്താവും എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന ശരിക്കും ഈ ഒരു സമയത്താണ്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, അവർക്ക് വേണ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അത് ശരിക്കും ഞാൻ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇനിയുണ്ട് 1-2 പേര് ഇനിയുണ്ട്. തീർച്ചയായിട്ടും അവരുടെയും രസകരമായിട്ടുള്ള സ്വറപറച്ചിൽ നമുക്ക് കേൾക്കാം. ഇതുവരെ മായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. എന്തായാലും എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.